എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ? അതായത് ആ പേഴ്സൺ നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഇനി ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണോ, അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണോ ആ പേഴ്സണ് നിങ്ങളോടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ പേഴ്സൺ അറിയില്ല. എങ്ങനെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആ പേഴ്സൺ അറിയില്ല. ഈ ഒരു എനർജി എനിക്ക് മുൻപും ലഭിച്ചിട്ടുള്ളതാണ്. ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് ഇവിടെയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതായത് സ്നേഹമുണ്ട്, പക്ഷേ ആ ഒരു സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. അത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളോട് ഇനി സംസാരിക്കുകയാണെങ്കിൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങളോട് ആ പേഴ്സൺ സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സണ് എത്രത്തോളം സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ആ പേഴ്സണ് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കണം, എങ്ങനെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ആ പേഴ്സണ് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക. നമുക്ക് നോക്കാം, ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും ആ പേഴ്സൻ്റെ സ്നേഹം സത്യസന്ധമാണോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നു, എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്നത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവിൻ്റെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്കും ആ ഒരു സ്നേഹം ആ പേഴ്സണോട് ഉണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വളരെ സത്യസന്ധമാണ്, അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹമാണ് ആ പേഴ്സൻ്റേത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം, അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം വളരെ സത്യസന്ധമാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെ ആ പേഴ്സൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാമെന്നാണ്. അതുപോലെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങൾ ആ പേഴ്സൻ്റെ സ്നേഹം മനസ്സിലാക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സണുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആ പേഴ്സൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ആ പേഴ്സണെ അറിയാമെന്നുണ്ടെങ്കിൽ
അത് കാരണം ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സണെയും ആ പേഴ്സൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കിയല്ലോ എന്നോർത്ത് ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം, അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ റീഡിങ്ങിൻ്റെ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിങ്ങൾ സത്യം പറയുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾക്ക് കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സണ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിന് എന്ന് പറയാം. മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നാണ്. അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ സോൾമേറ്റ് ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാം എന്ന് പറയാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ കാരണം ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതായത് ആ പേഴ്സന് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് ആ പേഴ്സണ് മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടി. അതുപോലെ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ കരിയറിലും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ഈ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സൻ്റെ ലക്കി ചാമാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിന് അതും ഒരു കാരണമായിരിക്കാം എന്ന് പറയാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇനി ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ തെറ്റ് മനസ്സിലാക്കി ആ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് മാപ്പ് കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പേഴ്സണ് നിങ്ങളൊരു അവസരം കൊടുക്കുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്ര നല്ല ആളുകളാണ്, അത്ര നല്ല വ്യക്തികളാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഒരു കാരണമാണ് എന്ന് പറയാം. ഇതൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഇനിയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.